വേണ്ട പോ, എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടെന്ന് പറയില്ലേ? ഇതും കൂടെ കഴിക്കടാ. വേണ്ടെന്ന് എനിക്ക്. ഇത് കഴിക്കടാ. ഹലോ, ആ മാല വിഴുങ്ങാൻ പ്രത്യേക കസ്റ്റഡിയിൽ എടുത്തോട്ടുണ്ട്. സാറേ, അത് പുറത്തെടുക്കാൻ ഞാൻ അവന് പഴം കൊടുത്തോണ്ടിരിക്കുക. അത് പുറത്ത് വന്നാൽ ഉടനെ ഞാൻ സാറിനെ വിളിക്കും. ശരി സാർ. എന്നാണമ്മേ? മോനെ കുട്ടാ, നീ ഈ പഴം കൂടി കഴിച്ചിട്ട് അകത്തോട്ട് കയറി ഒന്ന് ശ്രമിക്കടാ. സാറേ, രാവിലെ തൊട്ട് ഞാൻ 2 കൊല പഴം കഴിക്കുവാണോ? ഇയാളുടെ അകത്ത് പോയി ശ്രമിച്ചിട്ടിരിക്കുമല്ലേ? ഇയാൾ നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് പഴം മാറ്റിട്ടെ നൂഡിൽസ് ആക്കാം. നൂഡിൽസ് ഇടിച്ച് നിന്റെ പാവം പിടിച്ച സ്ത്രീയുടെ മാല മോഷ്ടിച്ചതും പറഞ്ഞിട്ട് ഇപ്പൊ പിടിക്കപ്പെടുന്ന നീ അത് വിഴുങ്ങി. അത് പുറത്തെടുക്കാൻ ഞങ്ങളിപ്പോ കേരള പോലീസ് നിനക്ക് പഴം തരേണ്ട അവസ്ഥയാ. മര്യാദക്ക് ഈ പഴം കൂടി കഴിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ട് സ്വർണ്ണമില്ലാതെ നീ പുറത്ത് വന്ന ഇടിച്ച് നിന്റെ പരിപ്പ് ഞാൻ പുറത്തിറക്കും. അതെങ്ങനെയാണ് സാറേ? ഞാൻ രാവിലെ കഴിച്ച ഉരുളക്കിഴങ്ങല്ലേ, അതിനകത്ത് എവിടെ പരിപ്പ്? നീ ഉരുളക്കിഴങ്ങാണ് കഴിച്ചെങ്കിൽ മാല പുറത്തു വരേണ്ട സമയം കഴിഞ്ഞല്ല. അത് ശരിയാണ്, കറക്റ്റ്. അത് മാല വരേണ്ട സമയം കഴിഞ്ഞു. നീ ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാ. അത് ആലപ്പുഴ കഴിഞ്ഞിട്ടല്ലേ? എന്ത് തോട്ടപ്പള്ളി? നോട്ടപ്പള്ളി, ഇത് നോട്ടപ്പള്ളി. നിനക്ക് ഞങ്ങളുടെ സാറിനെ കുറിച്ച് അറിയാവാ? ഇല്ല. ആ എടാ, സത്യത്തിൽ നീ എന്താ മാല വിഴുങ്ങിയത്? വിശന്നിട്ടാണ് സാറേ. എടാ, വിശന്നാണ് മാല 22 ക്യാരറ്റ് അല്ലേ, എങ്ങനെ വിഴുങ്ങാതിരിക്കും? 22 ക്യാരറ്റ് വിഴുങ്ങാൻ നീ മുയലാ. ഞങ്ങളുടെ സാർ ഇപ്പൊ വരും. സാറിനെ കുറിച്ച് നിനക്ക് അറിയാവോ? ശക്തനിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി, തിങ്കൻ. എടാ, സാറിന്റെ പേര് കേട്ട ഈ നാടും നാട്ടുകാരും കിട്ടാ വിറയ്ക്കും. അപ്പൊ ഫ്രീസർ? ഫ്രീസറോ? എടാ, രഞ്ജു കറിയാ. അപ്പൊ ഇലയുടെ അറ്റത്താണ് ഇരിക്കുന്നത്. എന്ത്? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി അല്ല, രഞ്ജു കറിയാ. ആർക്കറിയാം? നമ്മുടെ സാറ് വല്ല ദേശക്കാരിയാണ്. അപ്പൊ സാറ് പേർഷ്യക്കാരിയാണോ? പേർഷ്യക്കാരിയല്ലെന്ന് ദേശക്കാരി. അയ്യ, പേടിപ്പിക്കല്ലേ, ഞാൻ പേടിച്ചു വരുന്നുണ്ടാ. ശോഭേ, ഉമ്മറ വന്നിക്കണ്. അങ്ങോട്ട് ചട്ടുമായിട്ട്. അയ്യോ, ചട്ടുവായിരുന്നോ? എന്റെ പൊന്ന് ശോഭേ, ശോഭയുടെ കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ ദോശ ചുട്ടോണ്ടിരിക്കുക. ചട്ടുവാണോ ലാത്തിയാണോ കയ്യെ കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇഞ്ഞു പോകുന്നു. ഇവന്റെ വയറ്റിൽ കിടക്കുന്ന സാധനം പുറത്തെടുത്തോ ശോഭേ? എന്റെ പൊന്നു സാറ് ശ്രമിക്കുന്നുണ്ട്, ഇവൻ തരണ്ടേ? എടാ, മര്യാദ എടുത്ത് കൊടുക്കണം അങ്ങോട്ട്. എങ്ങനെ കൊടുക്കാൻ? വയറ്റിൽ കിടക്കും, കൈട്ടെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഇങ്ങനൊന്നും ചോദിച്ചാൽ അവൻ തരത്തില്ല. ഇവന്റെ അഹങ്കാരിയാണ്. നിനക്ക് ഈ രഞ്ജു കറിയെ കുറിച്ച് ശരിക്കും അറിയത്തില്ലേ? എനിക്കറിയാം. എന്താ? സാറ് വരുന്നുമ്പോ ഈ സാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താടാ? ഇഞ്ചിക്കറി വരുന്നുണ്ടെന്ന്. ഇഞ്ചിക്കറിയാ? രഞ്ജു സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കളിയാക്കുവാ നീ അപ്പൊ ഈ പോലീസുകാരല്ലേ? എടുക്കടാ അത്, എടുക്കടാ അത്. നീ എന്നെ തള്ളിയിടുന്നതാ? എടുക്കടാ അത്, എടുക്കടാ അത്. മാറി നിൽക്കടാ അങ്ങോട്ട്. ശോഭേ, ഇവന്റെ വയറ്റിൽ നിന്ന് മാല എടുക്കാൻ ഞാനൊരു ഐഡിയ പറയാം. ഞാൻ രാവിലെ മുതൽ ശ്രമിക്കും, ഒന്നും നടക്കുന്നില്ല. ഈ ഒരു പഴം എടുത്ത് തിന്നിട്ട് അകത്തോട്ട് കയറി ശ്രമിക്കാൻ പറയവനോട്. ഇതാണ് സാറിന്റെ ഐഡിയ. രാവിലെ മുതലേ പഞ്ചായത്തിലെ പഴം മൊത്തം ഞാൻ അവന് കൊടുത്തു. ഇനി അവന് പഴം കൊടുക്കണം തമിഴ്നാട്ടിൽ നിന്ന് വരുത്തണം. മര്യാദക്ക് ഈ പഴം എടുത്ത് തിന്നിട്ട് അകത്ത് പോയി സ്വർണ്ണം എടുത്തോണ്ട് വന്നോണം. ഈ പഴം നിന്നിട്ട് അകത്ത് പോയി സ്വർണ്ണം എടുക്കാനായിട്ടേ അവിടെ തുറന്നു വെച്ചിരിക്കുന്ന ജുവലറി അല്ല. പറയാതെ മര്യാദക്ക് പോയി എടുത്തോണ്ട് വരണമെന്നാ പറഞ്ഞത്. എന്റെ സാറേ, ഈ സാറ് തന്നെ 2 കൊല പഴം നിന്നിട്ട് ഞാൻ അകത്ത് പോയി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എടാ മണ്ട, അതിന്റെ അകത്ത് പോയി ഇരുന്നെങ്കിലേ സ്വർണം കിട്ടും. കേറി പോടാ. സാറേ, ഈ പഴം തിന്നിട്ട് എനിക്ക് സാധിക്കാത്തത്. ഒരു ബീഡി സംഘടിപ്പിച്ചു തരാമോ? സാറേ, ഞങ്ങള് വെളുപ്പിനെ 5 മണിക്ക് റബ്ബർ തോട്ടത്തിൽ പോയി ഇരിക്കുന്ന പഴം തിന്നിട്ടല്ല, ഒരു ബീഡിയൊക്കെ വലിക്കുന്ന എന്നാ സുഖാതറിയാം. സാറേ, എന്റെ ചട്ടുകത്തിന് വീണ്ടും പണിയായി. എടുക്കടാ അത്, എടുക്കടാ അത്. എന്റെ പൊന്നു ശോഭ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഞാനല്ലേ എസ് ഐ. എടാ, കൊണ്ട് വാടാ ഇങ്ങോട്ട്. ഇത്തവണ നീ രക്ഷപ്പെട്ട എന്റെ കയ്യിൽ നിന്ന്. സത്യത്തിൽ നീ മാല വിഴുങ്ങിയോടാ? ഇവന് വീണ്ടും എന്റെ ചട്ടകത്തിന് എപ്പോഴും പണിയാ. എടുക്കടാ, എടാ എടുക്കാൻ. എടുക്കത്തില്ലേടാ? എടുക്കടാ, കൊണ്ടുവാടാ. എപ്പോഴെപ്പോഴും എന്നെ ഇടിക്കുന്നത്. എപ്പോഴെപ്പോഴും ഇടിച്ചാലേ മാല കുരുങ്ങും. നിന്നെ അടിച്ച എന്തോത്തിനാന്നറിയാവോ? ആദ്യം ഇവൻ ഒരു മാല വിഴുങ്ങി. ഇപ്പൊ ഇവിടെ പറയാനുള്ള നല്ലൊരു കൗണ്ടറും കൂടെ ഇവൻ വിഴുങ്ങിയത്. ആ കൗണ്ടർ ഇവൻ വിഴുങ്ങിയില്ലേ? ആ കൗണ്ടർ മാല ഇപ്പൊ ഇവന്റെ വയറ്റിലല്ലേ?
എന്റെ പൊന്ന് സാറേ, ഇവനോട് ഇങ്ങനൊന്നും ചോദിച്ചപ്പോ സത്യം പറഞ്ഞില്ല. ഇവന്റെ അടിനാമി നോക്കൊരു ഒറ്റ ഇടിച്ചാണ്ടല്ല, തത്ത പറയുന്നല്ലോ അവൻ പറയും. തത്ത പറയുന്ന പോലെ പറഞ്ഞ ആര് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും? സാറേ അതിനൊരു ഐഡിയ ഉണ്ട്. എന്തുവാടാ? ഈ വർത്താനം പറയുന്ന വേറൊരു തത്തനെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഈ തത്ത പറയുന്ന അത്തത്തെ മനസ്സിലാവുള്ളൂ. ഇവൻ എന്റെ ചട്ടുകത്തിന് ഇന്നും പണി ഉണ്ടാക്കും. എടുക്കടാ അത്, എടുക്കല. എടുക്കടാ അത്. സാറെന്താ സാറിന് ചട്ടുകൊടുത്തേ? സാറേ ആരെങ്കിലും എടുത്താ പോരെ, ഞാൻ വാശി പിടിക്കല്ലേ. സാറേ അവന്റെ എക്സ്റേ വന്നിട്ടുണ്ട്. ആ എടുത്തോണ്ട് വന്നേ. ഇതെന്തുവാ, കെട്ടുകമ്പിയോ? അതല്ല, അതവന്റെ ECG, മറ്റേതവന്റെ എക്സ്റേ. ഇതിൽ ഒരുപാട് മാല ഉണ്ടല്ലോ. അയ്യോ സാറേ അത് ഒരുപാട് മാലയല്ല. പിന്നെ ഇതാണ് ഞാൻ വിഴുങ്ങിയ മാല. ഇതെന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കോപ്പുഴുവാ. കൊക്കോപ്പുഴുവിന്റെ കഴുത്തിലാണല്ലോടാ മാല കിടക്കുന്നത്. ആ ഞാൻ വിഴുങ്ങിയ മാല ഈ കൊക്കോപ്പുഴു എടുത്ത് കഴുത്തിട്ട് ഞെളിഞ്ഞ് കാലുമ്പോ കാലം കെട്ടിരിക്കുവാ. അപ്പൊ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആ കൊക്കോപ്പുഴുവിനെയാ. സാറേ ഈ കൊക്കോപ്പുഴ അറസ്റ്റ് ചെയ്ത് നമ്മൾ ഏത് സെല്ലിൽ അടയ്ക്കും? അത് ശരിയാണല്ലോ, നമ്മൾ ഏത് സെല്ലിൽ കൊണ്ടിടും? സാർ എന്നെ മണത്തല സാറേ പറയണത്. ഇത് അവന്റെ വൻകുടലും ചെറുകുടലും പെണഞ്ഞു കിടക്കുന്നല്ലേ? അയ്യോ, ഇവന്റെ ഈ വൻകുടലിനും ചെറുകുടലിനും എന്തോ ഈ സ്വർണ്ണ കളറ്. അതെന്നാന്നറിയോ, ഞങ്ങൾ റിച്ച് ഫാമിലിയാ, ഭയങ്കര പണപ്പാർട്ടിയാ. പണ്ട് എന്റെ മുത്തശ്ശി സ്വർണ്ണം അരച്ചരച്ച് എന്നെ നാക്കതിനെ തൊട്ട് തൊട്ട് തരും. ഞാനത് വിഴുങ്ങി 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 ഇപ്പൊ എന്റെ ചെറുകുടലും വൻകുടലും സ്വർണ്ണ കളറായതായിരിക്കും. അവ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ഇത്. ചെറുപ്പം മുതൽ തുടങ്ങിയത് അവൻ ഈ സ്വർണത്തിന്റെ പരിപാടി. സാറേ ഞാനൊരു ഐഡിയ പറയാം. സാറേ വന്ന്. എന്താ ശോഭേ? ഞാൻ ആലോചിച്ചിട്ട്. ശോഭ ആലുവ പോയിട്ട്? ശോഭയല്ലേ പറഞ്ഞപ്പോ ആലുവ പോയിട്ടെന്ന്. ആലുവ പോയി? ശോഭയല്ലേ ശോഭ പറഞ്ഞപ്പോ ആലുവ പോയിട്ട്? ആലുവ പോയിട്ടെന്നല്ല, ആലോചിച്ചിട്ട്. ആലോചിച്ചിട്ട് ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. ഇവിടെ പോയാ അവര്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം? നിങ്ങൾക്ക് മാത്രം ഡയലോഗ് മതിയാ? എനിക്കൊന്നുമില്ല, ഇവിടെ പുഴുവല്ലേ. ഒരു ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞു തന്നെ. ഇതെന്താ അങ്ങോട്ട്? ശോഭേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറേ നമുക്ക് ആദ്യം കുറച്ച് സോപ്പൊടി വെള്ളം കലക്കാം. ആരെ സാർ അലക്കാൻ പോണോ? അലക്കാനാന്നോ? അവന് കുടിക്കാൻ കൊടുക്കാൻ. അവനത് കുടിക്കോ സാറേ? ഇല്ല, കുടിക്കത്തില്ല. അതിന് പകരം നമുക്കാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, നല്ല അടിപൊളി ബദാം, കുറച്ച് ഈന്തപ്പഴം, നല്ല ചുമന്ന ആപ്പിൾ ഉണ്ടല്ലോ, ആ ചുമന്ന ആപ്പിള്, മുന്തിരിങ്ങ എല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേനെന്ന് ഒഴിക്കണം. ശോഭയെ എന്തോ ടേസ്റ്റാ. ആ സോപ്പ് വെള്ളവും കൂടെ കലക്കി കൊടുക്കാം. സാർ എന്നാ വർത്താനം പറയണ സാറേ? ഈ കള്ളന് ഇത്ര നല്ലൊരു പോഷകാഹാരം കൊടുക്കാനാ കഴിക്കൂ സാറേ? ശോഭയാണോ മാല വിഴുങ്ങിയത്? അല്ല അവൻ. പിന്നെ അവന് കൊടുക്കാതെ ശോഭയ്ക്ക് തന്ന? ശോഭയെ അത് കൊടുത്തു കഴിഞ്ഞാൽ മാല പുറത്ത് വരും. അവനെ കൊണ്ടല്ല, അവന്റെ അപ്പൂപ്പനെ വരെ കൊണ്ട് ഞാൻ മാല പുറത്തെടുത്തു. അപ്പൊ അവന്റെ അപ്പൂപ്പന് മാല വിഴുങ്ങിയാ? ആരോട് പറയാനാ? ശോഭേ, എന്റെ ബാഗിൽ ഇരിപ്പുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്താ കൊണ്ടുവന്ന. പോ എടുത്തോണ്ട് വാ. പോ എടുത്തോണ്ട് വരാ. എന്തുവാടാ ആലോചിക്കുന്നിരുന്ന്? ഒന്നുമില്ല സാറേ. കൊടുക്ക്. ഇതെന്തുവാ സാറേ? നീ കുടിക്ക്. ഇത് എന്നാത്തിനാ കുടിക്കണത്? ഇത് സർക്കാരിന്റെ ഒരു പദ്ധതിയാ. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ വരുന്ന കള്ളന്മാർക്ക് പോഷകാഹാര കുറവുണ്ടെന്ന്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാ ഇത്. നിന്നെ കണ്ട ഒരു പോഷകാഹാരത്തിന് മൊത്തത്തിലൊരു കുറവുണ്ട്. സാറേ ഇതിപ്പോ എന്റെ വയറ്റിൽ കിടക്കണ വാഴ മാത്രമേ നനഞ്ഞിട്ടുള്ളൂ കേട്ടാ. ആദ്യം നിന്റെ വാഴ നനക്കടാ, പിന്നെ നിന്റെ ചീര നനയ്ക്കോ. അതവിടെ 2 ചാട്ടം ചാടിയടാ. എന്തിനാ സാറേ? ചാടാ. എന്തിനാണ് ഞാൻ ചാടുന്നത്? ചാടാ പറയാം. മതി 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 മതി. ഇവിടെ വന്ന് നിക്ക്. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാറേ കുറെ നേരമായിട്ട് നിങ്ങൾ പറയില്ല അകത്തേറി ശ്രമിക്കുന്നു. ഞാൻ അകത്തേറി ശ്രമിച്ചാലോ? വേണ്ട, നീ ഇപ്പൊ ശ്രമിക്കണ്ട. സാറേ ഈ മാല വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥന് സങ്കടം വരികയല്ലേ? ഞാൻ കയറി ശ്രമിക്കാം. എടാ നീ ശ്രമിക്കണ്ടെന്ന്. ഞാനൊന്ന് ശ്രമിക്കാം. നിങ്ങൾ ജോലി പോകുവേ. പോട്ട്, നമുക്കിപ്പോ എന്തായാലും ഞാൻ എന്തായാലും ജോലി ഇറങ്ങാൻ നിൽക്കുക. എന്താണ് ഞാൻ പോയി ശ്രമിക്കാം. മാല വേണ്ടേ? വേണ്ടടാ. പിന്നെ നീ നേരത്തെ വിഴുങ്ങിയ ആ കൗണ്ടർ ഇപ്പൊ ഈ ക്ലൈമാക്സിന്റെ 5 ഡയലോഗിന് പറഞ്ഞിട്ട് നീ പോയാ മതി. എന്റെ ദൈവമേ,
ഒരു പാവം ചേച്ചിയുടെ വയറ്റി 5 വർഷം ഒരു കത്രി കിടന്നിട്ട് ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നു. എന്റെ വയറ്റ് ഒരു 2-2.5 പവന്റെ മാല കിടന്നാണ് ഈ സാമ്പാർക്ക് ഇപ്പൊ പരാതി. ഇതാണോ എന്റെ പഞ്ച്? അല്ലടാ, ഇത് ഞങ്ങളുടെ പഞ്ച്. ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. വെൽക്കം ബാക്ക് ശാരിക, വെൽക്കം ബാക്ക്. ഒത്തിരി നാളായി കണ്ടിട്ട്. നമുക്ക് ശാരികനെ പറ്റി ശരിക്കും പേര് തന്നെ നമ്മുടെ ഷോയിൽ രജിസ്റ്റേർഡ് ആണ്. ശാരിക നമ്മുടെ ഇവിടെ സ്കിറ്റ് കളിക്കാൻ വന്നു, ഒരു ചെറിയ സങ്കടം പറഞ്ഞു, അത് നമ്മുടെ നാട് മൊത്തം ഏറ്റെടുത്തു. ഒരു വീട് ഇല്ല എന്ന് പറയുന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് ജോലികൾ ചെയ്യുന്നു, പക്ഷെ അതൊന്നും ജോലികളൊക്കെ ചെയ്തിട്ടും ബുദ്ധിമുട്ടുകൾ അങ്ങ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ ഒറ്റക്കെട്ടായിട്ട് നിന്നു അല്ലേ ചേച്ചി? നമ്മുടെ ഇവിടെ ഒരു മെഗാ ഈവന്റ് നടന്നു, ഓണം മെഗാ ചാർജ് ഈവന്റ്. അന്ന് നമ്മുടെ ഷാലു ചേട്ടൻ വന്നു. താക്കോൽ, ആ സ്വപ്നത്തിന്റെ ഒരു ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ഫൗണ്ടേഷനൊക്കെ കെട്ടി വീടിന്റെ ഇതൊക്കെ ഫുൾ ഭംഗിയാക്കിയിട്ടൊരു താക്കോല് തന്നു. മോനെ കണ്ടു, ഫാമിലിയെ കണ്ടു, പുതിയ ഉടുപ്പുകൾ കിട്ടി, സ്കൂളിൽ പോകാനുള്ള അവസരങ്ങൾ കിട്ടി അല്ലേ? സന്തോഷം. എന്തായാലും മോത്താ സന്തോഷം കാണുന്നുണ്ട്. പണ്ട് വന്നതിൽ നിന്നും ഒരുപാട് ഒരു പ്രസൻസ് കാണുന്നുണ്ട് അല്ലെ? ഒരു എന്താ പറയുന്ന മോൻ തെളിഞ്ഞിട്ടുണ്ടെന്ന്. ഒരുപാട് സന്തോഷം. കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നല്ലോ? അന്വേഷണം പറയാം. ഇനി നമുക്ക് ഇവരിലേക്ക് പോവാം. ഹലോ. സാധാരണ ഇവിടെ കൂടെ ഒരു ജീന ചേച്ചിയാണ്, ഇന്ന് ജീന ചേച്ചി ഇല്ല, ആ സ്ഥാനം ചേട്ടനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ സ്കിറ്റ് കളിച്ചിട്ട്? അന്ന് നല്ല കള്ളൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കള്ളൻ ഒരു ഓളത്തിലുള്ള ഒരു കള്ളനായിരുന്നു. ആര് കൊതിച്ചു പോകും ഇങ്ങനത്തെ ഒരു കള്ള വീട്ടിൽ കയറിയിരുന്നെങ്കിൽ? ആര് കൊതിച്ചു ഇങ്ങനത്തെ ഒരു കള്ള വീട്ടിൽ കയറണം? ഞാൻ ആരും കൊതിച്ചു ഇങ്ങനത്തെ കള്ള വീട്ടിലുണ്ടായിരുന്നെങ്കിലും. നല്ലൊരു കള്ളൻ, വൈബ് കള്ളനായിരുന്നു അല്ല? ഇഷ്ടപ്പെട്ടില്ലേ? ഡൺ. അപ്പൊ എന്തായാലും ചേച്ചി, ഇവരുടെ ഈ ഒരു പെർഫോമൻസ് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. വാ. 16,000 rupees ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. യെസ്. ഞാനേ പമ്പില് ജോലിക്ക് നിൽക്കുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇപ്പോഴും ഞാൻ പോകുന്നുണ്ടേ. അപ്പൊ അവിടെ പനച്ചവിള വൈശാഖ് പമ്പില്, അപ്പൊ അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാർക്കും അവിടെ ഉള്ള എല്ലാവർക്കും ഹായ് പറയണേന്ന് ഉറപ്പായിട്ട് എല്ലാ ചേച്ചിമാർക്കും എല്ലാവർക്കും ഹലോ ഹായ്. ഈ ഹായ് പറഞ്ഞോണ്ട് ഞങ്ങൾ അവിടെ വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപയുടെ പെട്രോളോ ഡീസലോ ഞങ്ങക്ക് തരണം. വേണ്ട, എനിക്ക് വേണ്ട. എന്താ ഞാൻ 10 ഹായ് പറയും. ഞാൻ എന്നാ ഹായ് തരൂല, എനിക്ക് ഈവിയാ. ഓ ദൈവമേ, സ്റ്റേഷൻ ഉണ്ടോ അവിടെ? ചാർജിങ് സ്റ്റേഷൻ ഇനി ഉടൻ തന്നെ വെക്കാൻ അവരോട് പറയാം കേട്ടോ. ഒരു ചാർജിങ് സ്റ്റേഷൻ ശ്രീവിദ്യക്ക് വേണ്ടി.